ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ദേ ഇന്നൊരു ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങും അത് കഴിഞ്ഞിട്ട് ഇന്നൊരു കുറച്ച് കുക്കിങ്ങൊക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലിഡിലോട്ടാണ് പോയത്. ലിഡിലിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ എന്നെ കണ്ടു ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ലിഡിലിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ട്രോളിയൊക്കെ എടുത്ത് ട്രോളിയൊക്കെ വലിച്ചുകൊണ്ടുപോയി ഞാൻ ആദ്യം തന്നെ മുട്ട ഇരിക്കുന്ന സെക്ഷനിലോട്ടാണ് പോയത്. മുട്ടയൊക്കെ കഴിഞ്ഞു മുട്ട വാങ്ങിക്കുന്നത്. ഇവിടെ പല റേഞ്ച് മുട്ടകൾ നമുക്ക് കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ ബയോ ടൈപ്പ്, ബ്രോയിലർ, നാടൻ, പിന്നെ ലാർജ് സൈസ്, സ്മോൾ സൈസ്, മീഡിയം സൈസ്, പിന്നെ ഇങ്ങനെ പല ടൈപ്പ് പല തരത്തിലുള്ള മുട്ടകൾ കിട്ടും. പിന്നെ ബിഗ് റേഞ്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ അങ്ങനെയൊന്നും നോക്കാറില്ല. ഞാൻ ഏറ്റവും വില കുറവ് ഇതിനാണ് വരുന്നത് അത് അങ്ങനത്തെ മുട്ടയാണ് ഞാൻ എടുക്കാറുള്ളത്. അല്ലാണ്ട് ഇതോരോ കാറ്റഗറി മാറും തോറും അതിനനുസരിച്ച് പ്രൈസിലും നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ചിലത് 1.50 അല്ലെങ്കിൽ 2.70 അങ്ങനെ 2.75 അങ്ങനെയൊക്കെ €3 വരെ മുട്ടയ്ക്ക് പോണ ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാനിതിൽ ഏറ്റവും വില കുറഞ്ഞ ഏതാ ഓഫർ ഏതാന്ന് നോക്കിയിട്ട് അത് നോക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മീഡിയം സൈസ് മുട്ടയാണ് എടുക്കുക. പിന്നെ ഈ സെക്ഷൻ കണ്ടു ഇങ്ങനെ ഓറഞ്ച് കളറിലിട്ട് അതൊക്കെ ഇങ്ങനെ ഹാഫ് പ്രൈസിന് 25% ഡിസ്കൗണ്ടിനൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ. അത് ഇവർ ഏകദേശം 2 ദിവസമൊക്കെ ഡേറ്റ് ഉണ്ടാവും, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നല്ല സാധനങ്ങൾ തന്നെയായിരിക്കും. പിന്നെ ഇതേ ഇങ്ങനെ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. ഈ ബേക്കറി ഇങ്ങനെ എന്താ പറയുക ചീസിൻ്റെയൊക്കെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും അവർ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കാറുണ്ട് ഇങ്ങനെ ചീസിൻ്റെയൊക്കെ ഐറ്റംസൊക്കെ. എപ്പോഴും എടുക്കാറൊന്നുമില്ല. വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. എന്താണെന്നറിയോ, എനിക്ക് പച്ചക്കറി കൂട്ടാണ്ട് എനിക്ക് വയ്യാണ്ടായി. അപ്പം ഞാൻ കണ്ടുപിടിച്ചതാണ് ചിക്കനിൽ നമ്മൾ പച്ചക്കറി ഇട്ടിട്ട് ഉണ്ടാക്കണം. ഇത് ചിലപ്പോൾ മേ ബി പലർക്കും അറിയായിരിക്കും, പക്ഷേ എനിക്ക് ഹെൽത്തിന് ഇഷ്യൂ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു റെസിപ്പി കണ്ടുപിടിച്ചത്. ഇവിടെ ഫ്രോസൺ പച്ചക്കറികൾ നമുക്ക് കിട്ടും. ഈ കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാരറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ കൂടെ ഉണ്ടാക്കി നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഫ്രോസൺ പച്ചക്കറി വാങ്ങിക്കാട്ടെ. ഇതിൽ ക്യാരറ്റും ബ്രൊക്കോളിയും അതുപോലെ തന്നെ കോളിഫ്ലവറും ഉണ്ടാവും. അത് മതി. ഇതാണ് ചിക്കൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടാവും. ഇത് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് വരുന്നത്. ഇതിന് ഏകദേശം €1 സംതിങ് കൂടെ വരണുള്ളൂ നമുക്കൊരു കറിക്കൊക്കെ. നിങ്ങളുടെ കറിയിൽ ചിക്കൻ കഷ്ണങ്ങൾ പീസ് കുറച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിപ്പ് ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം ചിക്കൻ്റെ ഗ്രേവി മൊത്തം ഈ പച്ചക്കറിയിൽ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ലെഗ് പീസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 4-5 ലെഗ് പീസുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടി വെജിറ്റബിൾ മിക്സും കൂടി ഇട്ടാൽ നന്നായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ വേറെ കുറേ പച്ചക്കറികളൊക്കെ നോക്കി. മധുരക്കിഴങ്ങ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്, മാക്സിമേന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ, എല്ലാ കളറും കൂടിയിട്ട്. ഇത് കോളിഫ്ലവറിൻ്റെ ഐറ്റംസാണ് അത് മൊത്തം വരുന്നത്. പിന്നെ ഞാൻ ഇതാണ് കേട്ടോ ബീട്രൂട്ട് തോരൻ എപ്പോഴും വെക്കാനായിട്ട് വാങ്ങിക്കുക. ഓൾറെഡി അതിങ്ങനെ അരിഞ്ഞിട്ടുള്ളതായിരിക്കും വരിക. ഈ ബേക്കറി ഐറ്റംസ് കഴിച്ചിട്ട് അപ്പോൾ ഈ പിസ്തയുടെ ഐറ്റം ഞാൻ പണ്ടെപ്പോഴും കഴിച്ച കേട്ടോ. അതിന് നല്ല റേറ്റുമാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് മത്ത് പിടിക്കും. കുനാഫ ടൈപ്പ് അതിൽ വെച്ചിട്ടാണ്. പക്ഷെ എനിക്കിപ്പോൾ കണ്ടപ്പോഴേ ഒരു കൊതി എടുക്കണമെന്ന്, ഒന്നെടുക്കാലോ എന്നൊരു ചിന്ത. പിന്നെ ഞാൻ വീണ്ടും ബേക്കറി സെക്ഷനിലോട്ട് എത്തിയിട്ടാണ്. എപ്പോഴും കഴിക്കാനില്ലല്ലോ, വല്ലപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പം ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇത് എടുക്കാമെന്ന്, ഈ സംഭവം ഇത് എടുക്കാമെന്ന് വെച്ച് പോയപ്പോഴാണ് ഇവിടെ വേറൊരു ഐറ്റം കണ്ടത്. അപ്പോൾ അതെടുക്കണമെന്നൊരു കൊതി. ഓറഞ്ചിൻ്റെ കേക്ക്, അതിൽ രണ്ടും കൽപ്പിച്ച് ഓറഞ്ചിൻ്റെ കേക്ക് എടുക്കുന്നത്. കുനാഫ എടുക്കാനുള്ളൂ. അത് കുറേ നാളായി കഴിച്ചു. ഓറഞ്ചിൻ്റെ ആകുമ്പോൾ കുറേ പേർക്ക് കഴിക്കാം, കുറച്ച് വലുതാണ്. പക്ഷേ എന്താ ചെയ്യാം, മനുഷ്യന് ഈ കൊതി കാരണമല്ലേ ഇങ്ങനെ പോണേ. ഇനി അവിടെ അധികം നേരം നിന്നാലേ എൻ്റെ കൺട്രോൾ പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ പോന്നു. ഇനി ബില്ലടിക്കാം. അല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും. ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിക്കനിൽ വെജിറ്റബിൾസ് ഇട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ലിഡിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഞാൻ പോവാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ അതുപോലെ തന്നെ നല്ല തണവുണ്ട്. അതാണ് ഞാൻ കോട്ട് ഇങ്ങനെ കയറ്റിയിട്ടിരിക്കണേ. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ആയിട്ട് ഞാൻ ലിഡിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെ ഷോർട്സ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്.
അപ്പോൾ അതേ ഇതാണ് കാണുന്നതാണ് എൻ്റെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞാൻ ദേ ബസ് ഇറങ്ങി ഇങ്ങനെ എൻ്റെ വീട്ടിലോട്ട് നടക്കുകയാണ് കേട്ടോ. ബസ്സിൽ കയറിയതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഒരു ഗ്യാരേജാണ് കേട്ടോ. അതിങ്ങനെ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കണം. കാരണം പല ടൈപ്പ് വണ്ടികളുണ്ടാവും. ഇനി അങ്ങേ അറ്റത്ത് കാണുന്നതാണ്, ഏറ്റവും അറ്റത്ത് കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. എൻ്റെ ഫ്ലാറ്റ് ഏകദേശം 5ാമത്തെ നിലയിലാണ് വരുന്നത്. ഇത് ആദ്യം ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഇവിടെ 5 നില വരെ നമുക്ക് ലിഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ദേ വീടൊക്കെ എത്തി. ചിക്കനൊന്നും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം 4-5 പീസ് ലെഗ് പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ലെഗ് പീസ് വാങ്ങിച്ച് വെച്ചതാണ്. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം തന്നെ ഇതേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞാൻ എടുത്ത് വെക്കാനായിട്ട് ഓർക്കും, പിന്നെ എടുത്ത് വെക്കില്ലേ. പിന്നെ ഞാൻ അപ്പം തന്നെ അത് കുക്ക് ചെയ്യും. പിന്നെ അത് കുക്ക് ചെയ്ത് അതിലിടുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറിക്കോളും. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓരോന്നോരോന്ന് എല്ലാ സ്ഥലത്തും എടുത്ത് വെച്ച് മുടിയൊക്കെ കെട്ടി കൈയൊക്കെ ഒന്ന് നന്നായി കഴുകും. ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ കിടക്കുകയാണ് കേട്ടോ. സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെക്കണം. പിന്നെ എനിക്ക് അധികം പാത്രങ്ങളും പാനുകളും ഒന്നും ഇല്ല. എനിക്ക് ആകെ 2 മെയിനായിട്ടുള്ള പാനുകളേ ഉള്ളൂ. പിന്നെ ഒരു ഫ്രൈയിങ് പാനാണ്. പിന്നെ കൂട്ടാൻ വെക്കാനായിട്ട് ആകെ 2 പാനുള്ളൂ. അപ്പോൾ പഴയ കൂട്ടാനുള്ളത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ചിക്കൻ കഴുകി എടുക്കുകയാണ് ചെയ്തത് ചിക്കൻ കറി വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, സബോള, വെളുത്തുള്ളി ഒക്കെ എടുത്ത് അരിഞ്ഞ് വെക്കുകയാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട്. ഒന്നുമില്ല, സാധാ ചിക്കൻ കറിയാണ്. അങ്ങനെ വലിയ ടൈപ്പ് ചിക്കൻ കറി ഒന്നുമല്ല. സാധാ നമ്മൾ സബോളയൊക്കെ ഇട്ട് വഴറ്റുന്ന ചിക്കൻ കറി. അതിലോട്ട് സ്പെഷ്യലായിട്ട് നമ്മളുടെ ഈ ഫ്രോസൺ ആയിട്ടുള്ള ഈ പച്ചക്കറി നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിയാണ്. ഓരോന്നും എല്ലാം വേണ്ട കഷ്ണങ്ങൾ ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. ഇഞ്ചി ചതയ്ക്കുകയാണ് ഞാൻ. ഇഞ്ചി ഞാൻ മാക്സിമം ഒന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് ഇതാക്കുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാനൊന്ന് ചതച്ച് ഇടാണ്. ആദ്യം സബോള ഞാൻ അരിഞ്ഞിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് സബോള ഇട്ടു. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ച്, പിന്നെ തക്കാളി ഞാൻ അധികം ഉപയോഗിക്കാറുള്ളത്. കാരണം വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് തക്കാളി അധികം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രത്തിൽ കല്ലും പഴുപ്പൊക്കെ വരുന്നു. അപ്പോൾ അച്ചായന് ഒരു പ്രാവശ്യം ഓൾറെഡി മൂത്രത്തിൽ കല്ല് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തക്കാളി അധികം കറിയിലൊന്നും അധികം ഇടാറില്ല, വളരെ കുറവ് ഇടാറുള്ളൂ. അപ്പോൾ ഇതേ സബോളയൊക്കെ വഴറ്റാണ്. സബോളയിൽ ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി സാധാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി ഒന്നുമില്ല. പിന്നെ ഞാൻ പൊടികളൊക്കെ എൻ്റെ കയ്യിലുള്ള പൊടികളൊക്കെ എനിക്ക് എല്ലാത്തിനൊരു ഇങ്ങനെ കണക്കൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് എന്തോരം വേണം ഞാനപ്പോൾ ഇങ്ങനെ കുറച്ച് ഇടും. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കണക്ക്. പിന്നെ ഞാൻ കുറച്ച് തക്കാളി, ഒരു ഹാഫ് തക്കാളി ഇട്ടിട്ടുള്ളൂ. അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാണ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ഈ ഫ്രോസൺ പച്ചക്കറി നമുക്ക് ഇനി കഴുകൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് ഡയറക്റ്റ് ഇടാം. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഈ വലിയ കഷ്ണം, ഈ ബ്രൊക്കോളിയൊക്കെ ഭയങ്കര വലിയ കഷ്ണമായതുകൊണ്ട് ഞാനതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് ഓൾറെഡി ഇത് നമുക്ക് ഹാഫ് കുക്കഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്തോളും, വേവാനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ വലിയ കഷ്ണങ്ങൾ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുക്കണമെന്നുള്ളൂ. ഞാനിത് വഴറ്റി വെച്ചിട്ട് വഴറ്റാണ്. അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രോസൺ ഫ്രീസായിട്ടുള്ള ചിക്കൻ ഞാൻ ഇടുകയാണ്. അതിപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഫ്രീസായിട്ടുള്ളതൊക്കെ മാറിക്കൊള്ളും. ചട്ടി കിടന്ന് ചൂടാവാറുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഞാനൊന്നും എടുത്ത് വെക്കാനായിട്ട് മറക്കും. ഇതേ നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നൊന്ന് ആ ഒരു തണുത്തുറച്ചതൊക്കെ ഒന്ന് മാറി ചിക്കനൊക്കെ ഒന്ന് വെള്ളം വറ്റി വരുമ്പോഴാണ് ചിക്കനൊന്ന് ഹാഫ് കുക്കഡായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ഫ്രോസൺ പച്ചക്കറികളെല്ലാം അതിലോട്ടിടണം. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാരറ്റ്, ബ്രൊക്കോളി, അതുപോലെ തന്നെ കോളിഫ്ലവർ, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. അതും ഇട്ടിട്ട് നന്നായിട്ടൊക്കെ വഴറ്റിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും അതൊന്ന് നന്നായി വെന്ത് വരും. ഹാഫ് കുക്കഡായപ്പോൾ ഓഫാക്കിയിട്ടാണ്. പിന്നെ ഞാൻ അരി കഴുകി ഇട്ടു. ഞാൻ എന്തായാലും ഇസുവിനെ കൊണ്ടുവരാൻ പോകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കണ്ട സമയമായി, 5 മണിയാവാറായി. അപ്പോൾ അവളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ അവളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ബാക്കി ഇനി കുക്ക് ചെയ്യാമെന്ന് വെച്ചു. ഞാൻ അവളെ പിക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഇസേനെ കൊണ്ടുപോകാൻ പോവാണ്. ഇവിടെ നല്ല വെയിലും ഉണ്ട്, അതുപോലെ നല്ല തണവും ഉണ്ട്. അപ്പോൾ ഈ തണവുള്ള കാരണം നമുക്ക് ഞാൻ കോട്ട് ഇട്ടേക്കണേ. പിന്നെ വെയിലുള്ള കാരണമാണ് ഈ കുടയും പിടിച്ചേക്കണേ. കാരണം എനിക്ക് വെയിലടിച്ച് കഴിഞ്ഞാൽ തലവേദന എടുക്കും, പിന്നെ നമ്മളെ സ്കിന്നൊക്കെ ഒരു മാതിരിയാവും. അപ്പോൾ ഞാൻ പോണ വഴിക്ക് നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ എൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് വീട് എടുത്തേക്കണേ. പക്ഷേ
ഈശ്വര സ്കൂളിലേക്ക് പോകാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എന്നുള്ള ഈ ഡെയിലി റുട്ടീനായിട്ടാണ്. ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നും എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കും, നേരെ ഇസേനെ വിളിക്കാൻ പോവും, എന്നിട്ട് പിന്നെ തിരിച്ചു വരും, പിന്നെ ചോറ് വയ്ക്കും. പിന്നെ ഇതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. അപ്പോൾ ഇസേനെ സ്കൂളിലെത്തിയപ്പോൾ ഇപ്പോൾ സമ്മറായി തുടങ്ങിയതുകൊണ്ട് തണവൊക്കെ കുറഞ്ഞതുകൊണ്ട് ഇവരെ ഗ്രൗണ്ടിൽ കളിപ്പിക്കാൻ വിട്ടു. ഒരു 4:30 ശേഷം ഇവർ ഉറങ്ങി ഏറ്റിട്ട് ഇവർക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് കൊടുത്തിട്ട് ഇവരെ കളിപ്പിക്കാൻ വിടും. അപ്പോൾ അവൾ അവിടെ അറ്റത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നതാണ് അവളുടെ ടീച്ചർ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. അപ്പോൾ ടീച്ചറും വരികയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പോയി നേരമായി. ഇപ്പോൾ ഞാൻ എത്താനായിട്ട് ഇത്തിരി ലേറ്റായി. സാധാരണ 1-2 പിള്ളേരൊക്കെ ഉണ്ടാവും. അങ്ങനെ അവൾ വീണ്ടും അവൾ നേരെ കാണുന്നതാണ് അവളുടെ ക്ലാസ് റൂമിലേക്ക് പോവാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഓരോ ബോക്സ് കണ്ടില്ലേ, ഇത് ഇവളുടെ കള്ളിയാണ്. ഇവളുടെ ബാഗ് കുപ്പിയൊക്കെ ഈ കള്ളിയിൽ പുറത്ത് വയ്ക്കും. ഇതാണ് ഇവരുടെ സ്കൂളിൻ്റെ എൻട്രൻസ് ഭാഗമായിട്ട് ഇത് വരണത്. ഇതിവിടെ ഓരോ പിള്ളേർ ഓരോന്ന് ചെയ്ത് വെച്ച ഓരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതാണ് സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ഇത് ഇന്ന് സ്കൂളിൽ ചെയ്താന്ന് പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതേ മെയിൻ ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്നാണ് മിക്ക സ്ഥലത്തേക്കുള്ള കണക്ഷൻ ബസ്സുകൾ തന്നെ. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അവിടെ എത്താറായി. അവിടെ ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ ഞങ്ങളുടെ ഫ്ലാറ്റ്. എൻ്റെ ഈ ഷൂവിൻ്റെ ലൈസ് എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കണ്ട. നേരെ അവൾ റൂമിൽ കയറി അപ്പം എന്നെ സ്കേറ്റിംഗ് ഷൂ എടുത്തിട്ട് കളിക്കാൻ പോയി തുടങ്ങി. ആകെ 10-200 സ്ക്വയർ ഫീറ്റേ ഈ ഫ്ലാറ്റ് മൊത്തം തന്നെ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ അവൾ കളിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വീണ്ടും ഗ്യാസ് ഓൺ ചെയ്തപ്പോഴേക്കൊക്കെ നമ്മുടെ നല്ല ഇതിലിങ്ങനെ ഉടഞ്ഞ് വറ്റി വരുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് നന്നായി ഉടച്ചെടുക്കും ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് പച്ചക്കറികൾ തീരെ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അവർ തിന്നാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നന്നായി ഉടച്ചെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും വെച്ചു, പിന്നെ കുറച്ച് മുട്ടയും പുഴുങ്ങാനിട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഇത് നന്നായി ഉടച്ചെടുക്കും. അപ്പോൾ ഈ പച്ചക്കറിയുമെങ്കിലൊക്കെ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ട് ഷോർട്സ് ആയിട്ട് ഓൾറെഡി ഇടാട്ടാ. അപ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെ അല്ലായിരുന്നു, ഭയങ്കരമായിട്ട് പിമ്പിൾസ് ആയിരുന്നു. അപ്പോൾ ഒരുവിധം എൻ്റെ ഈ സ്കിൻ കെയർ ഞാനിപ്പോൾ നൈറ്റും AM ഉം PM ഉം സ്കിൻ കെയർ ചെയ്തിട്ട് ബെറ്റർ ആക്കിയതാണ് കേട്ടോ ഇത്രയെങ്കിലും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഞാനതിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശം 7 ഒരു 10 മിനിറ്റ് കൂടുതലാണ്. 7:30 ആവണുള്ളൂ, 7:15 ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൽ ചിക്കൻ എവിടെയാണെന്ന് കാണാൻ പറ്റില്ല. ചിക്കൻ ഉണ്ട് ഇതിലൊരു, ഞാൻ ലെഗ് പീസ് എടുത്തിട്ടുള്ളൂ. ഞാനൊരു ചെറിയ പീസ് കഷ്ണം എടുക്കാറുള്ളൂ. പിന്നെ ഞാൻ കൂടുതൽ ഈ പച്ചക്കറിയാണ് കൂട്ടാൻ. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഹെൽത്തിന് ഇഷ്യൂ വന്നപ്പോൾ പച്ചക്കറി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അപ്പനും മോളും ഇത് പച്ചക്കറി എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇവർക്ക് പച്ചക്കറി ഏതാ ചിക്കൻ ഏതാണെന്ന് അറിയാത്തതുകൊണ്ട് നന്നായി കഴിച്ചോളൂ. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. കാരണം ഇതിൽ പച്ചക്കറിയുമ്പോഴൊക്കെ ആ ചിക്കൻ്റെ ആ ഗ്രേവിയുടെ ടേസ്റ്റും അത് ആ ഒരു ഫ്ലേവറൊക്കെ പറ്റി പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ പിന്നെ അതങ്ങനെ കഴിച്ചോളൂ. ഞാൻ ഇപ്പോൾ ചോറ് കൂട്ടി കഴിക്കുകയാണ്. ഒരു മുട്ടയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചോറുണ്ടാണ്. ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ചോറും കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ്. ഞാൻ കുറേ ചോറ് എടുത്തിട്ടുണ്ട്. എനിക്ക് ചില ദിവസങ്ങളിൽ ഞാൻ നന്നായി ചോറുണ്ട് കേട്ടോ. എനിക്ക് കറി ഇഷ്ടപ്പെടുന്ന കറിയാണെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയില്ല, പാത്രം നിറച്ച് നന്നായി ഞാൻ ചോറെടുത്ത് ഞാൻ കഴിക്കും. എനിക്കറിയാം രാത്രി ഇത്രയും ചോറ് കഴിക്കാൻ പാടില്ലാന്ന്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു സിനിമയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പണ്ടത്തെ സിനിമയല്ല ഇട്ടത്, ഒരു കോമഡിയാണ് ഇട്ടത്. അപ്പോൾ കോമഡിയൊക്കെ ഇട്ട് ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞപ്പോൾ കൈ കഴുകാനായിട്ട് ഇരിക്കുകയാണ്. അവളാണെങ്കിൽ അവളുടെ ചോറൂണും കഴിഞ്ഞിട്ട് അവളുടെ മുട്ട ഏറ്റവും ലാസ്റ്റ് അവൾ തിന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുട്ട ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്. അത് തിന്നാൻ തന്നെ കുറേ നേരം എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ മുഖത്ത് വലിയൊരു കുരുവൊക്കെ വന്നിട്ട് അതിൻ്റെ കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇനിയും കൂടുതൽ ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.